Hello students, നമ്മൾ 6th മൊഡ്യൂളിലെ സെക്കൻഡ് ടോപ്പിക് മെയിൻ്റനൻസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്. ഈ വീഡിയോയിൽ മെയിൻ്റനൻസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഈസ് മെയിൻ്റനൻസ്? നമ്മൾ ഏതൊരു എക്യുപ്മെൻറ്റും, അത് ഹൗസ് ഹോൾഡ് ഡിവൈസ് ആവട്ടെ, ഇൻഡസ്ട്രിയൽ ഡിവൈസുകളാകട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് ആവട്ടെ, ഏതും ആവാം, നമ്മളത് റിപ്പീറ്റഡ് ഇൻ്റർവെൽ എത്തുമ്പം അല്ലെങ്കിൽ ഒരു ടൈം ഇൻ്റർവെൽ എത്തുമ്പം നമ്മളതിനെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് മെയിൻ്റനൻസ്? അതാണ് നമ്മൾ ഈ ടോപ്പിക്കിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ആർട്ട് ഓഫ് റീസ്റ്റോറിംഗ് ദി മെഷീൻ കണ്ടീഷൻ ബൈ അപ്ലൈയിങ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഇൻ സ്റ്റേറ്റഡ് കണ്ടീഷൻസ്. ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റിൻ്റെ കേസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റിൻ്റെ മെയിൻ്റനൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആക്ച്വൽ വർക്കിംഗ് പ്രൊസീജിയർ നിലനിർത്താൻ വേണ്ടി നമ്മൾ അതിൻ്റെ മുകളിൽ ചെയ്യുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് സ്റ്റെപ്പുകളും പ്രൊസീജിയറുകളെയാണ് നമ്മൾ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഏതൊരു എലിമെൻറ്റും ഒരുപാട് നേരം വർക്ക് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരുപാട് കാലം വർക്ക് ചെയ്യുമ്പം അതിന് ഫാറ്റീഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സംഭവിക്കാം. ഫാറ്റീഗ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വർക്കിംഗ് കണ്ടീഷനിൽ ഒരുപാട് ഡിഫറൻസ് വരാം. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ വർക്കിംഗ് കണ്ടീഷനിൽ ആ എലിമെൻറ്റിനെ നിലനിർത്താൻ വേണ്ടി നമ്മൾ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സിനെയാണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. സോ ദ പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ് ഈസ് എക്സ്ട്രീംലി എസെൻഷ്യൽ ഫോർ പ്രിവെൻറ്റിംഗ് ദി ഒക്കറൻസ് ഓഫ് ബോട്ടിൽ നെക്സ് ഓർ പോയിന്റ്സ് ഓഫ് കൺജഷൻസ്. നമ്മളൊരു പ്രൊഡക്ഷൻ പ്ലാന്റിനകത്ത് നമ്മൾ പ്രൊഡക്ഷൻ ഫ്ലോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആദ്യമേ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം മാക്സിമം എത്ര പ്രൊഡക്ട്സ് ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പ്രീഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ ലൈനിൽ ഏതെങ്കിലും ഒരു എക്യുപ്മെൻറ്റിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രൊഡക്ഷൻ പ്ലാനിങ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പം നമുക്ക് കമ്പനിക്ക് വലിയ രീതിയിലുള്ള ലോസ് വരാനും അതേപോലെ നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടാനും മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് ഒക്കെ കൂടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറുള്ള അല്ലെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ടുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ദ പ്രൊഡക്ഷൻ ലൈൻ ഫ്ലോ ക്യാൻ ബി മെയിൻറ്റൈൻഡ് ഓൺലി ഇഫ് ദ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് ഈസ് ഇൻ പ്രോപ്പർ വർക്കിംഗ് ഓർഡർ ഓർ വർക്കിംഗ് കണ്ടീഷൻ. ദെൻ വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് മെയിൻ്റനൻസ്? ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു റെഡ്യൂസ് ദി കോസസ് വിച്ച് അഫക്റ്റ് മെഷീൻ കണ്ടീഷൻസ്. നമ്മളെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റിനെ അല്ലെങ്കിൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് മെഷീൻസിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കോസുകളെ പരമാവധി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് മെയിൻ്റനൻസിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ദെൻ കുറച്ച് ടൈപ്സ് ഓഫ് മെയിൻ്റനൻസ്. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു, വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് മെയിൻ്റനൻസ്, വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദീസ് ടൈപ്സ് ഓഫ് മെയിൻ്റനൻസ്. നമുക്കിവിടെ കാണാം പ്രധാനപ്പെട്ട 2 ടൈപ്പ് ഓഫ് മെയിൻ്റനൻസ് ആണുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പ്ലാൻഡ് മെയിൻ്റനൻസും രണ്ടാമത്തത് അൺപ്ലാൻഡ് മെയിൻ്റനൻസും. നമുക്ക് ഇതിൽ ആദ്യത്തെ പ്ലാൻഡ് മെയിൻ്റനൻസ് എന്താണെന്ന് നോക്കാം. പ്ലാൻഡ് മെയിൻ്റനൻസ് refers to any maintenance activity that is planned, documented and scheduled. അതായത് പ്ലാൻഡ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്, നമ്മൾ മെയിൻ്റനൻസ് ഓൾറെഡി പ്ലാൻ ചെയ്തതാണ്. അതായത് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണ് ഒരു എക്യുപ്മെൻറ്റിനെ ഈ ഒരു കാലാവധി എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 2 മാസം എത്തിയാൽ അല്ലെങ്കിൽ ഒരു 3 മാസം എത്തിയാൽ നമ്മളതിനെ മെയിൻ്റനൻസ് നടത്തും എന്ന് ഓൾറെഡി പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുന്ന അത്തരം ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ അത്തരം മെയിൻ്റനൻസ് ടെക്നിക്കിനെയാണ് പ്ലാൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ദ എയിം ഓഫ് പ്ലാൻഡ് മെയിൻ്റനൻസ് ഈസ് ടു റെഡ്യൂസ് ഡൗൺ ടൈം by having all necessary resources on hand such as labors and parts and strategy use the resources. അതായത് എന്താണ് ഈ പ്ലാൻഡ് മെയിൻ്റനൻസിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആദ്യമേ തീരുമാനിച്ചിരിക്കുകയാണ് എൻ്റെ കമ്പനിക്കകത്തുള്ള എല്ലാ എക്യുപ്മെൻറ്റിനെയും 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പം മെയിൻ്റനൻസ് നടത്തും. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന എല്ലാ റിസോഴ്സുകളും, ആ മെയിൻ്റനൻസിന് വേണ്ടുന്ന എല്ലാ റിസോഴ്സുകളും അതിന് വേണ്ടുന്ന ലേബേഴ്സും എല്ലാം എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടാവും. അങ്ങനെ വരുമ്പം നമുക്ക് ആ പ്ലാനിങ്ങിനനുസരിച്ച് പെട്ടെന്ന് തന്നെ മെയിൻ്റനൻസ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും വീണ്ടും പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. ഇതാണ് പ്ലാൻഡ് മെയിൻ്റനൻസ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ
നമുക്ക് ഇതൊരു ഫ്ലോ ചാർട്ടാണ്, മെയിൻ്റനൻസിൻ്റെ ടൈപ്സിൻ്റെ ഫ്ലോ ചാർട്ട്. നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഓഫ് മെയിൻ്റനൻസ് ആണുള്ളത്, പ്ലാൻഡും അൺപ്ലാൻഡും. ഇതിലിപ്പം നമ്മൾ പ്ലാൻഡ് ആണ് പറഞ്ഞത്, ഇനി അൺപ്ലാൻഡും അതിൻ്റെ ടൈപ്സ് ഒക്കെ നമുക്ക് പറയാം. നമുക്ക് ഈ പ്ലാൻഡ് മെയിൻ്റനൻസ് തന്നെ നമുക്ക് ഈ ഫ്ലോ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. പ്ലാൻഡ് മെയിൻ്റനൻസിനെ വീണ്ടും ഫെർദർ ക്ലാസിഫൈഡ് ഇൻ ടു 2, ദാറ്റ് ഈസ് പ്ലാൻഡ് പ്രിവെൻറ്റീവ് ആൻഡ് പ്ലാൻഡ് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്. നമുക്ക് ആദ്യം എന്താണ് പ്ലാൻഡ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്നുള്ളത് നോക്കാം. വാട്ട് ഈസ് പ്ലാൻഡ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്? പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ആക്ട് ഓഫ് മെയിൻ്റനൻസ് യൂസ് ടു പ്രിവെൻറ്റ് ദി മാൽഫങ്ഷൻസ് ഓർ ബ്രേക്ക് ഡൗൺ ഓഫ് മെഷീൻസ്. ആ പേരിൽ തന്നെ പ്രിവെൻഷൻ ആണ്. അതായത് നമ്മുടെ മെഷീനിന് എന്തെങ്കിലും ഒരു മാൽഫങ്ഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നതിനെ അല്ലെങ്കിൽ ആ ഒരു കാരണത്തെ പ്രിവെൻറ്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു ഡ്രില്ലിംഗ് മെഷീൻ യൂസ് ചെയ്യുന്ന ആളാണ്. എൻ്റെ കയ്യിലുള്ള ഡ്രില്ലിംഗ് മെഷീനിൽ അതിൻ്റെ മാനുഫാക്ചേഴ്സ് തന്ന മാനുവലിൽ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡ്രിൽ ബിറ്റ് ഒരു 10 hours വരെ ഉപയോഗിക്കാൻ പറ്റും. അതായത് സേഫ് വർക്കിംഗ് കണ്ടീഷനിൽ 10 hours വരെ എനിക്ക് ഉപയോഗിക്കാം എന്നാണ് എന്നോട് ഇതിൻ്റെ മാനുഫാക്ചർ എനിക്ക് തന്ന നിർദ്ദേശം. അങ്ങനെയാണെങ്കിൽ ഞാൻ 10 മണിക്കൂറിനപ്പുറത്തേക്ക് അത് യൂസ് ചെയ്യുമ്പം അവിടെ സ്വാഭാവികമായിട്ടും ഒരു മാൽഫങ്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അത്തരം പ്രിവെൻഷൻ നമ്മൾ ചെയ്യുക. അതായത് മെയിൻ്റനൻസ് പ്രിവെൻഷൻ ആണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി ഒരു 8 മണിക്കൂറോ 9 മണിക്കൂറോ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും. ആ രീതിയിൽ കോസ് എന്താണോ നമ്മുടെ ബ്രേക്ക് ഡൗൺ ഉണ്ടാകാൻ സാധ്യതയുള്ള കോസിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുകയാണ്. ഇതിനെയാണ് പ്ലാൻഡ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഫ്ലോ ചാർട്ട് നോക്കിയാൽ പ്ലാൻഡ് മെയിൻ്റനൻസിലെ ഒന്നാമത്തെ ടൈപ്പായ പ്ലാൻഡ് പ്രിവെൻറ്റീവ് വീണ്ടും ഫെർദർ ക്ലാസിഫൈഡ് ഇൻ ടു 2, കറക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ്. പ്ലാൻഡ് പ്രിവെൻറ്റീവ് കറക്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ കറക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പർപ്പസ് ഓഫ് കറക്റ്റ് ഓർ അഡ്ജസ്റ്റ് ദി മെഷീൻ. അതായത് ഒരു റെഗുലർ ഇൻസ്പെക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മാനുവൽ അനുസരിച്ച് ഞാൻ റെഗുലർ ഇൻസ്പെക്ഷനൊക്കെ നടത്തുന്നുണ്ട്. അതായത് 10 മണിക്കൂർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണല്ലോ എന്നോട് ഈ ഡ്രില്ലിംഗ് മെഷീൻ്റെ മാനുഫാക്ചറേഴ്സ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ഒരു 9 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്നുള്ളൂ. ഞാൻ എല്ലാ സമയത്തും ഇത് വർക്ക് ചെയ്യുന്നതിന് മുമ്പും ഇതിൻ്റെ ഓഫാക്കിയതിന് ശേഷമൊക്കെ ഞാൻ ഇതിൻ്റെ ഇൻസ്പെക്ഷനൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ നടത്തുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞാൻ കാണുകയാണെങ്കിൽ അതിനെ ഞാൻ എന്ത് ചെയ്യും, അപ്പം തന്നെ കറക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് പ്ലാൻഡ് കറക്റ്റീവ് മെയിൻ്റനൻസ്. ദെൻ നെക്സ്റ്റ് വൺ പ്ലാൻഡ് പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ്. പ്രെഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യുക, ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് പ്രെഡിക്റ്റീവ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ഇൻഡസ്ട്രിയൽ ട്രക്ക് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ക്രെയിൻ സിസ്റ്റം ഉണ്ട്. ഞാൻ ഈ ക്രെയിൻ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതിനകത്തുനിന്നും ഒരു അബ്നോർമൽ സൗണ്ടൊക്കെ വരുമ്പം എനിക്കൊരു സംശയം വരും. അതായത് ഇതിൻ്റെ ബെൽറ്റ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ ഏതെങ്കിലും ജോയിൻസ് നിന്നൊക്കെ ഒരു അബ്നോർമൽ സൗണ്ട് വരുമ്പം ഇത് കുറച്ച് കഴിഞ്ഞാൽ ആ ജോയിൻറ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരാം എന്നുള്ള ഒരു പ്രഡിക്ഷൻ ഞാൻ നടത്തും. അപ്പം തന്നെ നമ്മളത് സ്റ്റോപ്പ് ചെയ്തിട്ട് എവിടെ നിന്നാണോ ഈ അബ്നോർമൽ സൗണ്ട് വരുന്നത് അവിടെ നമ്മൾ മെയിൻ്റനൻസ് വർക്ക് ചെയ്യും. ദാറ്റ് ഈസ് പ്രെഡിക്റ്റീവ്. നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം എന്നുള്ള ഒരു സാധ്യത പ്രഡിക്ഷൻ നടത്തുകയാണ്. ആ പ്രഡിക്ഷനെതിരായിട്ട് നമ്മൾ മെയിൻ്റനൻസ് വർക്ക് ചെയ്യും. ദാറ്റ് ഈസ് പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ്. കറക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഗുലർ ഇൻസ്പെക്ഷനിലും അതുപോലെ റെഗുലർ പ്രിവെൻറ്റീവ് മെഷേഴ്സൊക്കെ നോക്കുമ്പം എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്നതാണ് കറക്റ്റീവ് മെയിൻ്റനൻസ്. പ്രെഡിക്റ്റീവ് മീൻസ് അബ്നോർമൽ സൗണ്ട് പോലുള്ള എന്തെങ്കിലും കോസുകൾക്കുള്ള ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള മാൽഫങ്ഷൻസിന് എതിരായിട്ടുള്ള പ്രഡിക്ഷൻ നടത്തുകയും അതിനെ മെയിൻ്റനൻസ് നടത്തുകയും ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ്. ദെൻ കഴിഞ്ഞില്ല, പ്ലാൻഡ് മെയിൻ്റനൻസിലെ രണ്ടാമത്തെ ടൈപ്പാണ് പ്ലാൻഡ് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്. എന്താണ് പ്ലാൻഡ് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്? പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വെഹിക്കിൾസ്, നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെയുള്ള ബസ്സൊക്കെ പണ്ടൊക്കെ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പം ചില സമയങ്ങളിൽ പറയാറുണ്ട് ബസ് ബ്രേക്കിന് പോയേക്കാണെന്ന് പറയുന്നത് കേൾക്കാം. അതായത് ഈ പറയുന്ന ബസ് എന്ന് പറയുന്ന വലിയൊരു ഓട്ടോമൊബൈൽ എക്യുപ്മെൻ്റ് ആണ്. ഈ എക്യുപ്മെൻറ്റ് ഒരുപാട് നാളുകൾ ഓടിക്കഴിഞ്ഞാൽ 1 മാസം അത് ബ്രേക്ക് ഡൗൺ ആയിട്ട് അത് മെയിൻ്റനൻസ് വർക്കിന് പോകും. അപ്പോൾ ഈ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് പ്ലാൻഡ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ്സിൻ്റെ ഓപ്പറേറ്റേഴ്സ് ആദ്യമേ തീരുമാനിച്ചിരിക്കും ഈ വർഷം ഇന്ന മാസം ഇത്ര ദിവസം നമ്മൾ ബ്രേക്ക് ഡൗൺ ആണ്, അതായത് പൂർണ്ണമായും പ്രവർത്തനം നിർത്തിവെക്കുകയാണ്.
എന്നിട്ട് അതിന്റെ ഷെഡ്യൂൾ അനുസരിച്ച് അവർ മെയിൻ്റനൻസ് വർക്ക് ചെയ്യാണ്. അതേപോലെ നമ്മുടെ കമ്പനിക്കകത്ത് നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ കമ്പനിക്കകത്ത് ഒരു പോളിസി ആദ്യമേ ക്രിയേറ്റ് ചെയ്യും. ഈ വർഷം ഡിസംബർ മാസം നമ്മുടെ കമ്പനിക്കകത്തുള്ള എല്ലാ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റും ബ്രേക്ക് ഡൗൺ ആയിരിക്കും മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ കൃത്യം ഡിസംബർ മാസമാകുമ്പോൾ പൂർണ്ണമായും അതിന്റെ വർക്കിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ മെയിൻ്റനൻസ് വർക്ക്. ആ മെയിൻ്റനൻസിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ വീഡിയോയിൽ തന്നെ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ പറയും. സോ ദീസ് ആർ ദി പ്ലാൻഡ് മെയിൻ്റനൻസ്. അപ്പോൾ മെയിൻ്റനൻസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗിലെ ഒന്നാമത്തത് പ്ലാൻഡ് മെയിൻ്റനൻസ് ആണ്. എന്താണ് പ്ലാൻഡ് മെയിൻ്റനൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഷെഡ്യൂൾ ചെയ്ത് ഡോക്യുമെന്റ് ചെയ്ത് ചെയ്യുന്ന മെയിൻ്റനൻസ് മെത്തേഡിനെയാണ് പ്ലാൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുക. അതിൽ തന്നെ പ്രിവെന്റീവും ഉണ്ട്, ബ്രേക്ക് ഡൗൺ ഉണ്ട്. പ്രിവെന്റീവ് മീൻസ് നമ്മൾ ഒരു കോസ് വരുന്നതിനെ പ്രിവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മാൽ ഫംഗ്ഷൻ ഉള്ള കോസിനെ പ്രിവെന്റ് ചെയ്യുക. പ്ലാൻഡ് ബ്രേക്ക് ഡൗൺ മീൻസ് നമ്മൾ ഓൾറെഡി മുൻകൂട്ടി തീരുമാനിക്കുകയാണ് ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ എല്ലാ മെഷീൻസും പൂർണ്ണമായും ഓഫ് ചെയ്യാണ്, ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. അതേപോലെ പ്രിവെന്റീവിലെ രണ്ട് മെത്തേഡ് കറക്റ്റീവ് ആൻഡ് പ്രെഡിക്റ്റീവ്. കറക്റ്റീവ് മീൻസ് നമ്മൾ ഇൻസ്പെക്ഷൻ്റെ ഒക്കെ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ആ സമയത്ത് തന്നെ കറക്റ്റ് ചെയ്യാണ്. പ്രെഡിക്റ്റീവ് മീൻസ് എന്തെങ്കിലും അബ്നോർമൽ സൗണ്ട്സ് അല്ലെങ്കിൽ അബ്നോർമൽ വർക്കിംഗ് കണ്ടീഷനൊക്കെ നമ്മൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ അത് കാരണം ഫ്യൂച്ചറിൽ ഒരു പ്രശ്നം ഉണ്ടാകും എന്നുള്ളൊരു പ്രെഡിക്ഷൻ നടത്തുകയും അതിനെ അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് അൺപ്ലാൻഡ് മെയിൻ്റനൻസ്. അൺപ്ലാൻഡ് മെയിൻ്റനൻസ് അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, അൺപ്ലാൻഡ്, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നടത്തേണ്ടി വരുന്ന മെയിൻ്റനൻസ്. നമുക്ക് അതിന്റെ ഡെഫിനിഷൻസിലേക്ക് പോവാം. Unplanned maintenance is any work that was not scheduled or selected by the maintenance activity. The unplanned corrective maintenance, അതേപോലെ അൺപ്ലാൻഡ് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്. അൺപ്ലാൻഡ് മെയിൻ്റനൻസിനെ രണ്ടായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് എന്താണ് അൺപ്ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഷെഡ്യൂളോ അല്ലെങ്കിൽ ഒരു ടൈം ടേബിളോ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റിൽ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, അതിനെയാണ് അൺപ്ലാൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ മെയിൻ്റനൻസ് ആക്ടിവിറ്റി ചെയ്യുക. അതിൽ തന്നെ അൺപ്ലാൻഡ് കറക്റ്റീവും ഉണ്ട്, അൺപ്ലാൻഡ് പ്രെഡിക്റ്റീവ് ഉണ്ട്. അൺപ്ലാൻഡ് ബ്രേക്ക് ഡൗൺ ഉണ്ട്. നമുക്ക് ആദ്യം അൺപ്ലാൻഡ് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് എന്താണെന്ന് നോക്കാം. അൺപ്ലാൻഡ് ബ്രേക്ക് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മോട്ടോർ ഞാൻ പ്രവർത്തിപ്പിക്കുകയാണ്. ഞാൻ അതിന് വേറെ ഒന്നും മെയിൻ്റനൻസിനെ പറ്റിയൊന്നും പ്ലാൻ ചെയ്തില്ല, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യാണ്. ഒരു മൊമെന്റ് എത്തിയപ്പം അതിന്റെ വൈൻഡിങ് കോയിൽസിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് അതപ്പം തന്നെ സ്റ്റോപ്പായി. അപ്പം ആക്ച്വലി നമ്മൾ ഒരു പ്ലാനിങ് നടത്തിയിരുന്നില്ല, അത് ബ്രേക്ക് ഡൗൺ സംഭവിച്ചു. അതായത് ആ എക്യുപ്മെന്റ് പൂർണ്ണമായും വർക്കിംഗ് നിലച്ചിരിക്കുകയാണ്. അതിനാണ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുക. സോ ബ്രേക്ക് ഡൗൺ സംഭവിച്ചു, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, ആ വൈൻഡിങ് കോയിൽസ് ചിലപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിന്റെ മേലിൽ എന്തെങ്കിലും റിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പം മെയിൻ്റനൻസ് വർക്ക് ഞാൻ അതിനുശേഷം ചെയ്യും. ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഒരു എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ആ ബ്രേക്ക് ഡൗൺ നടന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, മെയിൻ്റനൻസ് ചെയ്യും. സോ ദാറ്റ് ഈസ് അൺപ്ലാൻഡ് ബ്രേക്ക് ഡൗൺ. നേരത്തെ പ്ലാൻഡ് ബ്രേക്ക് ഡൗൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു ഷെഡ്യൂൾ അനുസരിച്ച് നമ്മുടെ മെഷീൻസ് ഒക്കെ ബ്രേക്ക് ഡൗണിലേക്ക് പോവുകയും അതിനുശേഷം മെയിൻ്റനൻസ് ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ എക്യുപ്മെന്റ് വർക്ക് ചെയ്യുന്ന അത്രയും വർക്ക് ചെയ്ത് ഒരു മൊമെന്റ് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അതെന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ സംഭവിക്കുക, അതിന് പ്രശ്നങ്ങൾ വരാം. ആ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം നമ്മളതിനെ മെയിൻ്റനൻസ് ചെയ്യണം. ഒരു പ്ലാനിങ്ങും ഇല്ല അവിടെ. സോ ദാറ്റ് ഈസ് അൺപ്ലാൻഡ് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്. ദെൻ ഈ അൺപ്ലാൻഡ് മെയിൻ്റനൻസിലെ രണ്ടാമത്തെ മെത്തേഡാണ് അൺപ്ലാൻഡ് കറക്റ്റീവ് മെയിൻ്റനൻസ്. എന്താണ് അൺപ്ലാൻഡ് കറക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ നമ്മൾ വേറെ മെയിൻ്റനൻസിനെ പറ്റി പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഞാൻ നോട്ട് ചെയ്യുകയാണ് അവിടെയുള്ള ഒരു സ്ക്രൂ അല്ലെങ്കിൽ ഒരു നെറ്റ് ബോൾട്ട് അറേഞ്ച്മെന്റിൽ എന്തെങ്കിലും ലൂസ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നൽ എനിക്ക് വരികയാണ്. അപ്പം ഞാൻ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നു. സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ അതിനെ ടൈറ്റ് ചെയ്യുന്നു. ഞാൻ അത് ആദ്യമേ പ്ലാൻ ചെയ്തതല്ല, ഞാൻ മെയിൻ്റനൻസിനെ പറ്റി ചിന്തിച്ചിട്ടും കൂടിയില്ല. പക്ഷെ അവിടെ ഞാനൊരു കോസ് കാണുന്നു, ഒരു മാൽ ഫംഗ്ഷൻ ഉണ്ടാവാനുള്ള കോസ് കാണുന്നു, അതിനെ അപ്പൊ തന്നെ കറക്റ്റ് ചെയ്യുന്നു. അവിടെ പ്ലാനിങ് ഒന്നുമില്ല, നമ്മൾ നോട്ട് ചെയ്യുന്നു, ആ നോട്ട് ചെയ്തതിനെ റിക്കവർ ചെയ്യുന്നു. ദാറ്റ് ഈസ് അൺപ്ലാൻഡ് കറക്റ്റീവ് മെയിൻ്റനൻസ്. സോ ഇത്രയാണ് മെയിൻ്റനൻസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റിന്റെ ക്ലാസിഫിക്കേഷൻ. കഴിഞ്ഞ തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രിവെന്റീവ് മെത്തേഡും
അതേപോലെ പ്രെഡിക്റ്റീവ് മെത്തേഡൊക്കെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്നും ഒരു ഷുവർ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. സോ വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് മെയിൻ്റനൻസ്? ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ planned maintenance and unplanned. Planned maintenance further divided into two: planned preventive and planned breakdown. Then planned preventive classified into two: planned corrective and planned predictive. Then unplanned maintenance further divided into two: unplanned corrective, unplanned breakdown. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉൾക്കൊള്ളുന്ന ഒരു സിമ്പിൾ വീഡിയോയുടെ ലിങ്ക് കൂടി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ സൈറ്റിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതുകൂടി ഹെൽപ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ദെൻ നെക്സ്റ്റ് വൺ മെയിൻ്റനൻസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്. നമ്മളിപ്പോൾ പറഞ്ഞത് മെയിൻ്റനൻസിന്റെ ടൈപ്സ് ആണ്. ഇനി നമ്മൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റിനെ മെയിൻ്റനൻസ് ചെയ്യുമ്പം എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത്. അതിന് മുമ്പ് കുറച്ച് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളാണ് പറയുന്നത്. ദ പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് ഈസ് എക്സ്ട്രീംലി എസെൻഷ്യൽ ഫോർ പ്രിവെന്റിംഗ് ദി ഒക്കുറൻസ് ഓഫ് ബോട്ടിൽ നെക്സ് ഓഫ് പോയിന്റ്സ് ഓഫ് കൺജഷൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞു. അത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് നടത്തിയില്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ ലൈൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കുന്നതിനെ അത് വലിയ രീതിയിൽ എഫക്ട് ചെയ്യും. സോ പ്രൊഡക്ഷൻ ലൈൻ ഫ്ലോ ക്യാൻ ബി മെയിൻറ്റൈൻഡ് ഓൺലി ഇഫ് ദി മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് ഈസ് ഇൻ ദി proper working order. The preventive maintenance is by far one of the best maintenance techniques suggested for material handling equipment. ഇവിടെ പറയുന്നു, നമ്മൾ കുറേ ടൈപ്സ് പറഞ്ഞതിൽ നമ്മൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റിനെ ഏറ്റവും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ്റനൻസ് ടെക്നിക്ക് എന്ന് പറയുന്നത് പ്രിവെന്റീവ് മെയിൻ്റനൻസ് ടെക്നിക്കാണ്. പ്രിവെന്റീവ് മെയിൻ്റനൻസ് ടെക്നിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്ലാൻഡ് മെയിൻ്റനൻസിന്റെ സബ് ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ്. അതായത് പിന്നെ ഒരു എറർ വരുന്നതിനെ ആദ്യമേ പ്രിവെന്റ് ചെയ്യുക, ദാറ്റ് ഈസ് പ്രിവെന്റീവ് മെയിൻ്റനൻസ്. നമ്മളൊരു അബ്നോർമൽ സൗണ്ട് കേൾക്കുക, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞ വർക്കിംഗ് ടൈം മാത്രം അതിനെ വർക്ക് ചെയ്യുക, അങ്ങനെയുള്ള ഒരു കോസ് വരുന്നതിന് അല്ലെങ്കിൽ ഒരു റൂട്ട് കോസ് വരുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്ന മെയിൻ്റനൻസ് ടെക്നിക്, ദാറ്റ് ഈസ് പ്രിവെന്റീവ് മെയിൻ്റനൻസ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഈസ് ബെസ്റ്റ് മെത്തേഡ് ഫോർ മെയിൻ്റനൻസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്. Then by preventive maintenance, the equipment can be kept running, thereby minimizing costly interruptions in the production schedule. A little periodic inspection and minor adjustments may be enough to prevent equipment breakdown. അതായത് ഒരു കറക്റ്റീവ് മെയിൻ്റനൻസിനെയോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസിനെയോ കമ്പയർ ചെയ്യുമ്പം ഒരുപാട് ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പ്രിവെന്റീവ് മെയിൻ്റനൻസ്. പ്രിവെൻഷനാണ് നമ്മൾ ഒരു എറർ വരുന്നതിനേക്കാളും അല്ലെങ്കിൽ വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ. സോ പ്രിവെന്റീവ് മെയിൻ്റനൻസിന്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് പോവാം. 3 സ്റ്റേജസ് ഓഫ് പ്രിവെന്റീവ് മെയിൻ്റനൻസ്. ഫസ്റ്റ് വൺ ഇൻസ്പെക്ഷൻ, സെക്കൻഡ് വൺ റിപ്പയർ, തേർഡ് വൺ ഓവർഹോൾ. അത് പ്രിവെന്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നതിൽ ഞാനിപ്പോൾ പറഞ്ഞു ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രിവെന്റീവ് മെയിൻ്റനൻസ് ആണ്. സോ അതിന്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്സ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളുകളിൽ പഠിച്ച കുറച്ച് എക്യുപ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഹോയിസ്റ്റ്, ക്രെയിന്, ലിഫ്റ്റ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് എക്യുപ്മെന്റ്സിന്റെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് ടെക്നിക്കിനെ പറ്റിയാണ് ഈ അടുത്ത് പറയുന്നത്. കഴിഞ്ഞ തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് കൺവേയേഴ്സിന്റെ മെയിൻ്റനൻസ് ടെക്നിക്ക് എങ്ങനെയാണെന്നായിരുന്നു യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ 3 സ്റ്റേജാണ്. ഏത് എക്യുപ്മെന്റ് ആവട്ടെ 3 സ്റ്റേജിലൂടെയാണ് അതിന്റെ മെയിൻ്റനൻസ് കടന്നു പോകുന്നത്: ഇൻസ്പെക്ഷൻ, റിപ്പയർ ആൻഡ് ഓവർഹോൾ. നമുക്ക് ആദ്യം ഹോയിസ്റ്റിന്റെയും ക്രെയിനിന്റെയും രണ്ടെണ്ണത്തിന്റെ കാര്യമാണ് ഇവിടെ പറയാം. ഫസ്റ്റ് ഹോയിസ്റ്റും ക്രെയിനും എങ്ങനെയാണ് നമ്മൾ മെയിൻ്റനൻസ് ചെയ്യുക എന്നുള്ളത്. ഹോയിസ്റ്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് എക്സാമ്പിൾസും ഹോയിസ്റ്റിന് വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോയിസ്റ്റ് ബെൽറ്റ്, കൺവെയർ ഹോയിസ്റ്റ്, ട്യൂഡ് ഹോയിസ്റ്റ്, അതേപോലെ അങ്ങനെയുള്ള ഒരുപാട് ഹോയിസ്റ്റ് എലമെന്റ്സിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്രെയിന് തന്നെ പല ടൈപ്പ് ക്രെയിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ജിപ്പ് ക്രെയിൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന മാനുവൽ ഡ്രിവൺ ക്രെയിനുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ബ്രിഡ്ജ് ക്രെയിനുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സോ ഹോയിസ്റ്റിനും ക്രെയിനും ഇൻ ജനറൽ എങ്ങനെയാണ് പിന്നെ ഈ മെയിൻ്റനൻസ് ടെക്നിക്ക് നമ്മൾ നടപ്പാക്കുക എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞു പ്രിവെന്റീവ് മെയിൻ്റനൻസിൽ 3 സ്റ്റെപ്പാണുള്ളത്. ദാറ്റ് ഈസ് ഇൻസ്പെക്ഷൻ, റിപ്പയർ ആൻഡ് ഓവർഹോൾ. സോ ഹോയിസ്റ്റിന്റെയും ക്രെയിനിന്റെയും ഇൻസ്പെക്ഷൻ സ്റ്റെപ്പിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക? ഇൻസ്പെക്ഷൻ സ്റ്റെപ്പാണ് ഫസ്റ്റ് പറയുന്നത്. ഓൾ പാർട്സ് ലൈക്ക് ഓപ്പൺ ഓർ കവേർഡ് ആർ ഇൻസ്പെക്റ്റഡ് ഫോർ വെയർ ആൻഡ് ടയർ. അതായത് ഹോയിസ്റ്റിന്റെയും ക്രെയിനിനൊക്കെ ഒരുപാട് മൂവ്മെന്റ് ഉള്ള എലമെന്റ്സ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് മോഷൻ വരുന്ന എക്യുപ്മെന്റ് ആണ്. അപ്പം അതിന്റെ
all parts അല്ലെങ്കിൽ അതിന്റെ ഓപ്പൺ ആൻഡ് കവേർഡ് പാർട്സ് ആർ ഇൻസ്പെക്ടഡ് ഫോർ വെയർ ആൻഡ് ടയർ. തേയ്മാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇൻസ്പെക്ട് ചെയ്യുക. ഇൻസ്പെക്ഷൻ മീൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ഷൻ മാത്രമാണ് അവിടെ ചെയ്യുന്നത്. Then worn out unworkable components like wire ropes, wheels, bearings, bolts, etc. are removed. ഇത് തേയ്മാനം സംഭവിച്ച ഈ പറയപ്പെട്ട വയർ റോപ്പ് പോലെ, വീല് പോലെ, ബെയറിങ്സ് പോലെ, ബോൾസ് പോലെയുള്ള എക്യുപ്മെന്റ്സ് അല്ലെ എലിമെന്റ്സിനെ റിമൂവ് ചെയ്യുക. ഇതാണ് ഇൻസ്പെക്ഷനിൽ വരുന്നത്. ദെൻ ബ്രേക്സ് ആർ അഡ്ജസ്റ്റഡ് ആൻഡ് ലൂബ്രിക്കേഷൻ ഈസ് പ്രൊവൈഡഡ് വേറെവർ നെസസറി. ഇതിൽ വരുന്ന ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ ഒരുപാട് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊക്കെ കുറെ കറക്ഷൻസ് വരാം. സോ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയും പിന്നെ എവിടേക്കാണോ ലൂബ്രിക്കേഷൻ ജോയിന്റ്സ് എവിടേക്കാണോ വരുന്നത് അവിടേക്ക് ആവശ്യത്തിനുള്ള ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇത്രയാണ് ഹോയിസ്റ്റിന്റെയും ക്രെയിന്റെയും ഇൻസ്പെക്ഷൻ പ്രൊസീജിയറിൽ വരുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിപ്പയർ സ്റ്റേജ് ആണ്. ദാറ്റ് ഈസ് റിപ്പയറിൽ എന്തൊക്കെയാണെന്നത്. ദ റിപ്പയറബിൾ പാർട്സ് ഓഫ് ദ സിസ്റ്റം ആഫ്റ്റർ ഇൻസ്പെക്ഷൻ ആർ കറക്റ്റഡ് ഫോർ സ്മോൾ റിപ്പയേഴ്സ് ആൻഡ് മൈനർ ഡിഫക്ട്സ് ആർ റെക്ടിഫൈഡ്. അപ്പൊ നമ്മൾ ഇൻസ്പെക്ഷൻ സൈഡിൽ പിന്നെ വേറെ ടയർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ അൺവർക്കബിൾ കമ്പണൻസിന് റിമൂവ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ബ്രേക്സും കാര്യങ്ങളും ലൂബ്രിക്കേഷനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഇൻസ്പെക്ഷൻ സൈഡിൽ നമുക്ക് മനസ്സിലാക്കിയതിൽ നിന്നും നമുക്ക് കുറച്ച് മൈനർ റിപ്പയർ വർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ ഉണ്ടാവാം. വേറെ ടയർ കാര്യമായിട്ട് വന്ന സ്ഥലങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നെറ്റ് ബോൾട്ട് അസംബ്ലീസ് പൂർണ്ണമായും റിപ്പയർ ചെയ്യേണ്ട സ്ഥലങ്ങൾ ഉണ്ടാവാം. സോ ഇൻസ്പെക്ഷൻ സൈഡിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് സ്മോൾ റിപ്പയേഴ്സും അതേപോലെ ഡിഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റെക്ടിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് റിപ്പയർ സ്റ്റെപ്പിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ദെൻ സിസ്റ്റം ലൈക്ക് ഓപ്പൺ ഗിയർ ട്രാൻസ്മിഷൻ, കപ്ലിംഗ്, റിവറ്റഡ് ആൻഡ് ബോൾട്ടഡ് ജോയിന്റ്സ്, ട്രോളി, ബ്രേക്സ്, ഗാർഡ്സ് എക്സെട്ര മേ ബി റിപ്പയർഡ്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇൻസ്പെക്ഷൻ സൈഡിൽ ഈ ബോൾട്ടിനെയും അതേപോലെ വീൽസിനെയും ഗിയർ സിസ്റ്റത്തെയൊക്കെ നമ്മൾ വർക്കബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അൺവർക്കബിൾ ആണെങ്കിൽ അതിനെയൊക്കെ റിപ്പയർ ചെയ്യുക. ദാറ്റ് ഈസ് റിപ്പയർ സ്റ്റേജ്. ദെൻ ഓവർഹോൾ മീൻസ് പൂർണ്ണമായും ചെയ്യുന്ന, അല്ലെങ്കിൽ റിപ്പയർ എന്ന് പറഞ്ഞാൽ മിനി റിപ്പയേഴ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓവർഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും അതിനെ റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ പൂർണ്ണമായും പ്രശ്നങ്ങളെ തുടച്ചു മാറ്റുക എന്നുള്ളതൊക്കെയാണ് അതിന്റെ വേർഡ് മീനിങ് വരുന്നത്. Overhauling involves dismantling the complete mechanism and replacing all damaged components. അതായത് പൂർണ്ണമായും നമ്മൾ റിപ്പയർ ചെയ്യുന്നതിനാണ് ഓവർഹോൾ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ വർക്കിംഗ് മെക്കാനിസം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പൂർണ്ണമായും നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അതിനെ ഡിസ്മാൻഡിൽ ചെയ്യുകയും അതായത് ഫുൾ അഴിക്കുകയും അതിന്റെ കംപ്ലീറ്റ് മെക്കാനിസത്തെ പുതിയ മെക്കാനിസം അല്ലെങ്കിൽ പുതിയ എക്യുപ്മെന്റ്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുകയും ചെയ്യുക. ദാറ്റ് ഈസ് ഓവർഹോൾ സ്റ്റെപ്പ്. ദെൻ ക്രെയിൻ സ്ട്രക്ചർ, buffers, rails, open gear transmission, pulley blocks etc. may be replaced. അതായത് പൂർണ്ണമായും എക്യുപ്മെന്റിന് ഈ പറയപ്പെടുന്നതിൽ ഏതെങ്കിലും കാര്യമായ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. റിപ്പയർ, ചെറിയ മൈനർ റിപ്പയർ ചെയ്താൽ പോലും ചിലപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ പ്രോപ്പർ ആവണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യുക തന്നെ ചെയ്യുക. ദാറ്റ് ഈസ് ഓവർഹോളിംഗ് ടെക്നിക്. ദെൻ വാരിയസ് സബ് മെക്കാനിസം മേ ബി അലൈൻഡ് ആൻഡ് അഡ്ജസ്റ്റഡ്. അപ്പോൾ ഇത്രയാണ് ഹോയിസ്റ്റിന്റെയും ക്രെയിനിന്റെയും ഇൻസ്പെക്ഷൻ പ്രൊസീജിയർ, മെയിൻ്റനൻസ് പ്രൊസീജിയർ. സോ പ്രിവെന്റീവ് മെയിൻ്റനൻസിലെ പ്രധാനപ്പെട്ട 3 സ്റ്റെപ്പാണ് ഇൻസ്പെക്ഷൻ, റിപ്പയർ, ഓവർഹോൾ. അപ്പൊ ഇൻസ്പെക്ഷൻ സൈഡിൽ നമ്മൾ അതിൽ എന്തെങ്കിലും വേറെ ടയർ ഉണ്ടോ നോക്കുന്നു, അതേപോലെ അൺവർക്കബിൾ കമ്പണൻസ് ഉണ്ടോ ചെക്ക് ചെയ്യുന്നു, അതേപോലെ ബ്രേക്സ്, ലൂബ്രിക്കേഷൻ ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ റിപ്പയറിൽ മൈനർ റിപ്പയർ വർക്ക്സ് ഒക്കെ നമ്മളവിടെ ഇൻസ്പെക്ഷൻ സൈഡിൽ നോട്ട് ചെയ്യപ്പെട്ട മൈനർ റിപ്പയർ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നു. ദാറ്റ് ഈസ് സെക്കൻഡ് സ്റ്റെപ്പ്. ഓവർഹോൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റീപ്ലേസിങ്, അതായത് മെക്കാനിസംസ് പോലെ അല്ലെങ്കിൽ ബെൽറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ബഫേഴ്സ്, റെയില്, അങ്ങനെയുള്ള ഗിയർ സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും അതിനെ റീപ്ലേസ് ചെയ്യുക. ദാറ്റ് ഈസ് ഓവർഹോൾ ടെക്നിക്. ഇതാണ് ഹോയിസ്റ്റിന്റെയും ക്രെയിനിന്റെയും മെയിൻ്റനൻസ് മെത്തേഡ്. ദെൻ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ക്വസ്റ്റ്യൻ കൺവേയേഴ്സിന്റെ മെയിൻ്റനൻസ് ടെക്നിക്ക് എങ്ങനെയാണെന്നുള്ളതാണ്. സോ കൺവേയേഴ്സിനെ പറ്റി നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് കൺവേയേഴ്സ്, ബെൽറ്റ് കൺവെയർ, റോളർ കൺവെയർ, ട്യൂബ് കൺവെയർ, അതേപോലെ പിന്നെ വീൽ കൺവെയർ, ഇങ്ങനെയുള്ള കുറെ കൺവേയിങ് സിസ്റ്റം. ഇതിനെങ്ങനെയാണ് നമ്മൾ മെയിൻ്റനൻസ് ചെയ്യുക? ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 സ്റ്റെപ്പ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്: ഇൻസ്പെക്ഷൻ, റിപ്പയർ, ഓവർഹോൾ. സോ കൺവേയേഴ്സിന്റെ ഇൻസ്പെക്ഷൻ സൈഡിൽ നമ്മൾ എന്തൊക്കെയാണ് ഇൻസ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ ബെൽറ്റ്സ് ഓർ റോളേഴ്സ് ആർ ഇൻസ്പെക്ടഡ് ഫോർ ടെൻഷൻസ് ആൻഡ് വെയർ ആൻഡ് ടയർ. നമ്മളിപ്പം ബെൽറ്റ് കൺവെയർ ആണെങ്കിൽ ബെൽറ്റ് 2 റോളറുകൾക്കിടയിൽ വലിച്ച് കെട്ടിയേക്കുന്നതാണ്. അതായത് അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. 2 റോളേഴ്സിന്റെ ഇടയിൽ ബെൽറ്റ് അത്രയും ടൈറ്റ് ചെയ്തേക്കാണ്. സോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പം ഇതിൽ ടെൻഷൻ കാരണം ബെൽറ്റ് ലൂസൊക്കെ വന്ന്
നമ്മൾ വിചാരിച്ച രീതിയിൽ സ്പീഡ് കിട്ടുന്നുണ്ടാവില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. സോ ബെൽറ്റ് പോലെയുള്ള എക്യുപ്മെന്റിന് ടെൻഷനും അതേപോലെ റോളേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിന്റെ വേറെ ടയർ ഇതൊക്കെയാണ് നമ്മൾ ഇൻസ്പെക്ഷനിൽ ചെയ്യുന്നത്. ദെൻ ഗിയർ ബോക്സ് ഈസ് പ്രോപ്പർലി ലൂബ്രിക്കേറ്റഡ്. ഇതിൽ വരുന്ന ഗിയർ ബോക്സ് അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പർലി ലൂബ്രിക്കേറ്റഡ് ആണോ എന്ന് ഇൻസ്പെക്ട് ചെയ്യണം. ദെൻ വാരിയസ് ഫാസ്റ്റനേഴ്സ് ആർ ടൈറ്റൻഡ് ആൻഡ് സേഫ്റ്റി ഗാർഡ്സ് ആർ ചെക്ക്ഡ്. ഇതിൽ വരുന്ന കുറെ ഫാസ്റ്റനേഴ്സ്, അതായത് നെറ്റ് ബോൾട്ട് അസംബ്ലി പോലെ ത്രെഡഡ് സ്ക്രൂ പോലെയുള്ള ഫാസ്റ്റനേഴ്സ് എല്ലാം കറക്റ്റ് ടൈറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അതിന്റെ മറ്റ് സേഫ് ഗാർഡ്സ്, അതായത് നമ്മുടെ കൺവേയിങ് സിസ്റ്റത്തിലുള്ള മറ്റ് സേഫ് ഗാർഡ്സ് ഒരുപാടുണ്ടാവാം, അതിനൊക്കെ പ്രോപ്പർ ആണോ എന്ന് ഇൻസ്പെക്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് വൺ, റിപ്പയർ. റോളേഴ്സ് ആൻഡ് ബെൽറ്റ്സ് ആർ ചെക്ക്ഡ്, അഡ്ജസ്റ്റഡ് ഓർ റിപ്പയർഡ്. നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്തപ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവാം റോളേഴ്സിന് കാര്യമായ വേറെ ടയർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ബെൽറ്റിന് കാര്യമായ ടെൻഷൻ നല്ല രീതിയിൽ വന്ന് അതിന്റെ ഒരു ടൈറ്റിങ് കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ട് റോളേഴ്സിനിടയിൽ ഈ ബെൽറ്റ് എന്ന് പറയുന്നത് കുറച്ച് ലൂസ് ആയിട്ടുണ്ട് എന്നുള്ളൊരു റിസൾട്ടാണ് നമുക്ക് ഇൻസ്പെക്ഷൻ സൈഡിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ അതിന് കറക്റ്റ് ചെയ്യാനുള്ള സ്മോൾ റിപ്പയർ വർക്കാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. ദെൻ കപ്ലിംഗ്, പാക്കിംഗ്, സേഫ്റ്റി ഗാർഡ്, സ്റ്റീൽ സ്ട്രക്ചർ, ഗിയർ ട്രാൻസ്മിഷൻ, ബെയറിംഗ്, ഫാസ്റ്റനർ ജോയിന്റ്സ്, ത്രെഡഡ് കമ്പണൻസ് എക്സെട്ര ആർ അഡ്ജസ്റ്റഡ് ഓർ റിപ്പയർഡ് ആസ് പെർ ദിയർ കണ്ടീഷൻ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇൻസ്പെക്ഷൻ സൈഡിൽ ഈ പറയപ്പെട്ട സാധനങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻസ്പെക്ഷന്റെ റിസൾട്ടിനനുസരിച്ചിട്ട് ചിലപ്പം ഇതിലൊക്കെ മൈനർ റിപ്പയർസ് നമുക്ക് ആവശ്യമായിട്ട് വരാം. അത് ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ദെൻ മൂന്നാമത് ഓവർഹോൾ, അതായത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുക. ദാറ്റ് ഈസ് ഓവർഹോളിംഗ് ടെക്നിക്. ദ കൺവെയർ സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി ഡിസ്മാൻഡിൽഡ്, കമ്പണൻസ് വേൺ ഔട്ട് ആൻഡ് ബിയോണ്ട് റിപ്പയർ ലൈക്ക് ബെൽറ്റ്, ബെയറിംഗ്, പാക്കിംഗ് ഓയിൽ, സീൽ, റോളേഴ്സ്, ഡ്രംസ്, ഫാസ്റ്റനേഴ്സ് ആൻഡ് കപ്ലിംഗ് ആർ റീപ്ലേസ്ഡ്. അതായത് നമ്മൾ ഇൻസ്പെക്ഷൻ സൈഡിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഈ ബെൽറ്റ് ഇനി ഒരു കാലത്തും യൂസ് ചെയ്യാൻ പറ്റില്ല, അത്രയും അതിന്റെ വർക്കിംഗ് കണ്ടീഷൻ മോശമായിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ ബെൽറ്റ് മാറ്റി പുതിയ ബെൽറ്റ് ഇടണം. നമ്മളൊരു വീട്ടിലകത്തൊക്കെ നമ്മൾ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ് നമ്മുടെ ഗ്രൈൻഡർ മെഷീന്റെ ബെൽറ്റ് എന്ന് പറയുന്നത്. വി ബെൽറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഗ്രൈൻഡർ മെഷീനിൽ വീട്ടിൽ ഒരുപാട് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്പീഡൊക്കെ കുറയുമ്പം നമ്മളെ വീട്ടുകാർ നമ്മളോട് പറയുന്നത് അതിന്റെ ബെൽറ്റ് വാങ്ങി വേറെ വെക്കണമെന്ന് പറയും. നമ്മളത് ചിലപ്പം റീപ്ലേസ് ചെയ്ത് കൊടുത്ത് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാവാം. അപ്പൊ ആ ബെൽറ്റ് അതിന്റെ മാക്സിമം എത്തി, അതിനെ ഇനി അഡ്ജസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെ ഇനി ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൈൻഡർ വീലിൽ കാര്യമായ സ്പീഡോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വർക്കിങ്ങോ കിട്ടില്ല എന്ന് കാണുമ്പോൾ നമ്മൾ പുതിയ ബെൽറ്റ് വാങ്ങും. അങ്ങനെ റീപ്ലേസ് ചെയ്യും. ദാറ്റ് ഈസ് ഓവർഹോളിംഗ് ടെക്നിക്. സോ ബെൽറ്റ് പോലെ അല്ലെങ്കിൽ ബെയറിങ്സ് പോലെ അല്ലെങ്കിൽ ഓയിൽ പാക്കിങ്സ് ഇതിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും മാറ്റുക. ദാറ്റ് ഈസ് ഓവർഹോളിംഗ്. ദെൻ സ്ട്രക്ചേഴ്സ്, സേഫ്റ്റി ഗാർഡ് എക്സെട്ര മേ ബി റിപ്പയർഡ് ആസ് പെർ ദെയർ കണ്ടീഷൻസ്. ഈ കൺവേയിങ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ, അതിന്റെ ബോഡി സ്ട്രക്ചർ, അതേപോലെ സേഫ്റ്റി ഗാർഡ് ഇതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും റിപ്പയർ ചെയ്യുക. ദാറ്റ് ഈസ് ഓവർഹോളിംഗ് ടെക്നിക്. ഇതാണ് കൺവേയിങ് സിസ്റ്റത്തിന്റെ മെയിൻ്റനൻസ് ടെക്നിക്. ദെൻ ലിഫ്റ്റിൽ എന്തൊക്കെയാണ് ഇൻസ്പെക്ഷൻ സൈഡിൽ വരുന്നത് വെച്ചാൽ ചെക്ക് ഓൾ സേഫ്റ്റി ഡിവൈസസ് സച്ച് ആസ് ഡോർ, സ്വിച്ചസ്, പ്രഷർ റിലീഫ് വാൽവ് എക്സെട്ര. ഇതിൽ ലിഫ്റ്റിൽ പ്രധാനപ്പെട്ട സേഫ്റ്റി ഡിവൈസ് ആണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വർക്കിംഗ് ഡിവൈസ് ആണ് അതിന്റെ ഡോർ സ്വിച്ചും അതേപോലെ പ്രഷർ റിലീഫ് വാൽവും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യണം. അതേപോലെ സ്നാപ്പ് റിങ്സ്, നമ്മൾ ലിഫ്റ്റിന്റെ വർക്കിംഗ് കഴിഞ്ഞ മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ട്. അതിലുള്ള ഒരു പ്രധാനപ്പെട്ട എലമെന്റ് ആണ് സ്നാപ്പ് റിംഗ് എന്ന് പറയുന്നത്. സ്നാപ്പ് റിങ്സിനെ അതിന്റെ പ്രസൻസ് ആൻഡ് പ്രോപ്പർ സെറ്റിംഗ് ഓഫ് സ്നാപ്പ് റിങ്സ് ചെക്ക് ചെയ്യണം. ദെൻ ചെക്ക് ഫോർ പ്രസൻസ് ഓഫ് ചിപ്സ് ഓൺ ആക്സിൽ, സിലിണ്ടേഴ്സ് ആൻഡ് റോളേഴ്സ്. എന്തെങ്കിലും ഈ പറയുന്ന ലിഫ്റ്റിന്റെ വർക്കിങ്ങിന് വിരുദ്ധമായിട്ട് അതിനെ ഓപ്പോസ് ചെയ്യുന്ന ഒബ്സ്ട്രക്ഷൻസ്, എന്തെങ്കിലും ചിപ്സോ കാര്യങ്ങളോ സിലിണ്ടേഴ്സ് ബ്ലോക്കിന്റെ ഇടയിലോ അല്ലെങ്കിൽ ആക്സിലിന്റെ ഇടയിലോ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. Then all welding joints must be inspected. Then check all electrical lines. Check hydraulic fluid in cylinders in every 6 months. അതായത് ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണെങ്കിൽ ഈ സിലിണ്ടറിനകത്തുള്ള ഹൈഡ്രോളിക് ഫ്ലൂയിഡിന്റെ പ്രസൻസ് അല്ലെങ്കിൽ അതിന്റെ അളവിനെയൊക്കെ കൃത്യമായിട്ട് എവറി 6 months ചെക്ക് ചെയ്യണം എന്നാണ് ലിഫ്റ്റിന്റെ സ്റ്റാൻഡേർഡ് മെയിൻ്റനൻസ് പ്രൊസീജിയറിൽ പറയുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് മെയിൻ്റനൻസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് പഠിക്കാനുള്ളത്. നമുക്കൊന്നുകൂടി ഈ മൊഡ്യൂളിൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റീകോൾ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് മെയിൻ്റനൻസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്, അതിന്റെ ഒബ്ജക്റ്റീവ്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സിൽ പ്രധാനപ്പെട്ട 2 ടൈപ്സ് ആയിരുന്നു. പ്ലാൻഡ് പ്രിവെന്റീവും പ്ലാൻഡ് മെയിൻ്റനൻസും അൺപ്ലാൻഡ് മെയിൻ്റനൻസും. ഈ പ്ലാൻഡ് മെയിൻ്റനൻസ് തന്നെ ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്ലാൻഡ് പ്രിവെന്റീവ്, ബ്രേക്ക് ഡൗൺ. അതേപോലെ അൺപ്ലാൻഡ് മെയിൻ്റനൻസിനെ അൺപ്ലാൻഡ് കറക്റ്റീവും അൺപ്ലാൻഡ് ബ്രേക്ക് ഡൗൺ ആയിട്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ദെൻ അതിനുശേഷം നമ്മൾ പറഞ്ഞത്
മെയിൻ്റനൻസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻ്റ് ആണ്. ഒരു എക്യുപ്മെൻറ്റിനെ എങ്ങനെയാണ് മെയിൻ്റനൻസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞത് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിൻ്റെ പ്രധാനപ്പെട്ട 3 സ്റ്റെപ്പുകളാണ് ഇൻസ്പെക്ഷൻ, റിപ്പയർ, ഓവർഹോൾ. ഈ 3 സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് ഹോയിസ്റ്റിനെയും ക്രെയിനെയും എങ്ങനെയാണ് മെയിൻ്റനൻസ് നടത്തുക, അതേപോലെ കൺവെയർ സിസ്റ്റത്തെ എങ്ങനെയാണ് മെയിൻ്റനൻസ് നടത്തുന്നത്, അതേപോലെ ലിഫ്റ്റിനെ എങ്ങനെയാണ് മെയിൻ്റനൻസ് നടത്തുന്നത്. ഇത്രയാണ് നമ്മൾ ഈ സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. ദെൻ അടുത്ത പാർട്ട് നമ്മൾ പറയുന്നത് സേഫ്റ്റി ഇൻ ഹാൻഡ്ലിംഗ് ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ അതിനെപ്പറ്റി പറയാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളെ സ്റ്റഡി മെറ്റീരിയൽസ് കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.